ദേശാഭിമാനി വരുത്തിയിട്ട് ജന്മഭൂമി വായിക്കുന്നവരെ സൂക്ഷിക്കുക. വീട്ടിൽ ദേശാഭിമാനി, വോട്ടിൽ ജന്മഭൂമി. ശർക്കര ഭരണിയിൽ കൈയിട്ടെന്നാൽ നക്കുക, നാടിൻ്റെ ഭരണം കൈയേറ്റാൽ കക്കുക എന്നത് ഒരു ശീലമായതുപോലെ തുരന്നെടുപ്പ് ഏത് കഴിഞ്ഞാലും അടിത്തറ ഇളകിയോ എന്ന് പരിശോധിക്കുന്നത് നമ്മുടെ പാർട്ടികളുടെ ഒരു ശീലമായി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരാണ് അടിത്തറ പരിശോധിച്ചത്. അടിത്തറ മാന്തിയിട്ട് മുകളിലിട്ട് നോക്കിയപ്പോഴാണ് കഴുക്കോലും മോന്തായവും വരെ വളഞ്ഞിരിക്കുകയാണ് എന്ന വിവരം കോൺഗ്രസ്സുകാർ അറിഞ്ഞത്. അടിത്തറ അന്വേഷണം ഒടുവിൽ നേതാക്കൾ തമ്മിലുള്ള തറയടിയിലാണ് പതിവ് പോലെ അവസാനിച്ചത് എന്ന് മാത്രം. അടിസ്ഥാനം ഒട്ടുമില്ലാത്തതുകൊണ്ടാകും BJP ഇതുവരെ അടിത്തറ തുരന്നു നോക്കാൻ മെനക്കെട്ടിട്ടില്ല. പാർട്ടിക്കുള്ള കല്ലറ പണിയാനുള്ള തിരക്കിലായിരുന്നു അവർ. അതുകൊണ്ടാണ് ഇപ്പോൾ അടിത്തറ ഇല്ലാതെയും പിടിച്ചു നിന്ന സുരേഷ് ഗോപിയുടെ അടിത്തറ കുഴിച്ചു നോക്കുന്ന തിരക്കിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കുന്നുമ്മൽ സുരേന്ദ്രനും കുന്നിൻ്റെ താഴെയുള്ള വേന്ദ്രന്മാരും അതിലാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഏതായാലും ഈ ലോക്സഭാ തുരന്നെടുപ്പ് കഴിഞ്ഞപ്പോൾ അടിത്തറ മാന്തി നോക്കാൻ അവസരം കിട്ടിയിട്ടുള്ളത് CPMകാർക്കാണ്. അടിത്തറ ഇളകിയെന്നും ഇളകിയിട്ടില്ലെന്നും രണ്ടഭിപ്രായം പാർട്ടിയിലുണ്ടെന്നും പിണറായി ഒഴിച്ചുള്ള ദേശങ്ങളിലെ പാണന്മാർ പാടി നടക്കുന്നുണ്ട്. എന്തായാലും അവസാന ആശ്വാസം CPM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ലോക്സഭാ തുരന്നെടുപ്പ് അവലോകന റിപ്പോർട്ട് തന്നെ. ദോഷം പറയരുതല്ലോ. അടിത്തറ സംബന്ധിച്ച ഒരുപാട് നല്ല കാര്യങ്ങൾ താത്വികമായി തന്നെ അതിൽ അവലോകനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലെ ഒരു വാചകം, ആ വാചകം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. എത്ര വിഴുങ്ങിയിട്ടും അതിപ്പോഴും ദഹിക്കാനും സഹിക്കാനും സാധിച്ചിട്ടില്ല. മാധ്യമ സിൻഡിക്കേറ്റുകൾ പറയുന്നത് ശരിയാണെങ്കിൽ അതിങ്ങനെയാണ്: വോട്ടർമാരിൽ ഭൂരിപക്ഷവും പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ വരിക്കാരായ ഒരു പ്രദേശത്തെ ബൂത്തിൽ LDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്താകുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇതെന്തൊരു അതിക്രമമാണ്! അവിടുത്തെ സഖാക്കൾ കാട്ടിക്കൂട്ടിയ അതിക്രമം എത്ര വലുതാണ്! ആ വാചകം വായിച്ചപ്പോൾ പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെയും BJP പത്രമായ ജന്മഭൂമിയുടെയും പഴയകാല പ്രചാരണ പരസ്യമാണ് ഓർത്തുപോയത്. നേരത്തെ അറിയാൻ ദേശാഭിമാനി വായിക്കുക, വരിക്കാരാകുക എന്ന് ദേശാഭിമാനിക്കാർ കവലയിൽ ബോർഡ് വെച്ചപ്പോൾ നേരത്തെ അറിഞ്ഞത് നേരാണോ എന്നറിയാൻ ജന്മഭൂമി വായിക്കുക എന്ന് അതിനടുത്ത് കൊണ്ടുപോയി ജന്മഭൂമിക്കാരും ഒരു ബോർഡ് വെച്ചു. സത്യത്തിൽ അതിൽ എത്ര കാര്യമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഭൂരിപക്ഷവും ദേശാഭിമാനിയുടെ വരിക്കാരായിട്ടും CPM 3ാം സ്ഥാനത്തായ ബൂത്തിൽ ദേശാഭിമാനിയുടെ വരിക്കാരെല്ലാം ശരിക്കും നേരാണോ എന്നറിയാൻ ജന്മഭൂമി വായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അവർക്ക് മനസ്സിലായ നേരുകൾ വെച്ച് BJPക്ക് വോട്ട് ചെയ്തതാകും. എന്തായാലും ദേശാഭിമാനിയുടെ വരിക്കാരായിട്ട് സ്ഥിരമായി ജന്മഭൂമി വായിക്കുന്ന CPMകാരുടെ കാര്യം ഇത്തിരി അല്ല, ഒത്തിരി കഷ്ടം തന്നെയാണ്. അടിത്തട്ടിലുള്ളവരുടെ കാര്യം ഇതാണെങ്കിൽ പിന്നെങ്ങനെ അടിത്തറ ഇളകാതിരിക്കും? ഇത്തരം നേരുകൾക്കും നേരമ്പോക്കുകൾക്കുമിടയിൽ സർവമാന പാർട്ടിക്കാർക്കും ബാധകമായ ഒരു ഗുണപാഠം കൂടി ഇതിൽ അടയിരിക്കുന്നുണ്ട്. അതിതാണ്: പാർട്ടിക്കാരെ നിർബന്ധിച്ചും നാട്ടുകാരെ വിരട്ടിയും ദേശാഭിമാനിയും വീക്ഷണവും ജന്മഭൂമിയും ചന്ദ്രികയും ജനയുഗവും വാങ്ങിപ്പിച്ചാൽ അവസരം വരുമ്പോൾ ഉള്ളതിൽ നല്ല നുണ പറയുന്നവർക്ക് സ്വന്തം പാർട്ടിക്കാർ വരെ വോട്ട് മറിച്ചു കുത്തും എന്ന കാര്യം ഓർത്തോണം.